മുട്ടൽ മരമുറി കേസിൽ പ്രതികളുടെ ഹർജി തള്ളി കോടതി. വഞ്ചനാ കേസ് പരിഗണിക്കാൻ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിക്ക് അധികാരമില്ലെന്ന പ്രതികളുടെ ഹർജിയാണ് തള്ളിയത്. വഞ്ചനാ കേസ് പരിഗണിക്കാൻ അധികാരമുണ്ടെന്ന് കോടതി. റോജി അഗസ്റ്റിൻ നേരിട്ട് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ജോസുകുട്ടി അഗസ്റ്റിനും ആൻഡോ അഗസ്റ്റിനും വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരാകാനും അനുമതി നൽകി. കേസ് 31ലേക്ക് മാറ്റി. മിഥുൻ അയ്യപ്പനാണ് വിവരങ്ങൾ നൽകുന്നത്. മിഥുനി, മുട്ടൽ മരമുറി കേസിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഈ ചോറ്റാനിക്കര കോടതിയിൽ ഹാജരാകാൻ ഈ അഗസ്റ്റിൻ സഹോദരന്മാർ തയ്യാറായിരുന്നില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നിപ്പോൾ ഹൈക്കോടതി ഈ കേസ് പരിഗണിക്കുന്ന വേളയിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞത്? എത്രത്തോളം വലിയ തിരിച്ചടിയാണ് ഈ റിപ്പോർട്ടർ ടീമിയുടെ ഉടമകളായിട്ടുള്ള അഗസ്റ്റിൻ സഹോദരന്മാർക്ക് ഇന്നത്തെ കോടതി നിരീക്ഷണത്തിലൂടെ ഉണ്ടായിരിക്കുന്നത്? റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനിയുടെ ഉടമകളായിട്ടുള്ള അഗസ്റ്റിൻ സഹോദരന്മാർ അവർ പരമാവധി കോടതിയിൽ ഹാജരാകാതെ ഇരിക്കാൻ വേണ്ടിയുള്ള പഠിച്ച പണി പലതും നോക്കിയിരുന്നു. ഇപ്പോൾ ഹൈക്കോടതിയിൽ വരെ ഇപ്പോൾ ഗൗതം സൂചിപ്പിച്ചതുപോലെ തന്നെ എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പക്ഷേ ഇപ്പോൾ ഹാജരായേ മതിയാകൂ എന്നുള്ള നിലപാടിലേക്ക് കോടതി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. അതിൽ റോജി അഗസ്റ്റിനും അതുപോലെ തന്നെ റോജി അഗസ്റ്റിൻ നേരിട്ട് ഹാജരാകണമെന്നുള്ള ഒരു നിർദ്ദേശം തന്നെയാണ് ഇപ്പോൾ കോടതി എടുത്തിരിക്കുന്നത്. ജോസ്കുട്ടി അഗസ്റ്റിനും ആൻഡോ അഗസ്റ്റിനും വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാകണം. അങ്ങനെ കേസ് 31-ാം തീയതിയിലേക്ക് മാറ്റിവെക്കുകയാണ് ഉണ്ടായിരിക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നടപടി ഉണ്ടായിരിക്കുന്നത് എന്ന് പറയുന്നത് ഈ വഞ്ചന കേസ് പരിഗണിക്കാൻ കോടതിക്ക് അധികാരമില്ല എന്നുള്ളതായിരുന്നു പ്രതികളുടെ വാദം. അത് സംബന്ധിച്ചുള്ള ഒരു ഹർജിയാണ് പ്രതികൾ നൽകിയിരുന്നത്. പക്ഷേ ആ ഹർജി കോടതി തള്ളുകയാണ് ഉണ്ടായത്. വഞ്ചന കേസ് പരിഗണിക്കാൻ ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിക്ക് അധികാരമുണ്ട് എന്ന് കോടതി വ്യക്തമായി പറയുകയുണ്ടായി. അനധികൃതമായി കാട്ടിൽ നിന്നും അനധികൃതമായി മുറിച്ചു മാറ്റിയ തടികൾ അത് വനംവകുപ്പിന്റെ അനുമതിയുണ്ട് എന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് അമ്പലമേട്ടിലെ ഒരു തടി മിൽ ഉടമയ്ക്ക് വിൽപ്പന നടത്തിയതുമായി ബന്ധപ്പെട്ടുള്ള വഞ്ചന കേസാണ് ഇപ്പോൾ കോടതി പരിഗണിച്ചുകൊണ്ടിരുന്നത്. ഈ കേസിൽ നൽകിയിരിക്കുന്ന മറ്റൊരു ഹർജിയായിരുന്നു ഈ വഞ്ചന കുറ്റം പരിഗണിക്കാൻ കോടതിക്ക് അധികാരമില്ല എന്ന് നൽകിയിരിക്കുന്ന ഹർജി. ആ ഹർജിയാണ് തള്ളിയിരിക്കുന്നത്. അതായത് അഗസ്റ്റിൻ സഹോദരന്മാർക്ക് വീണ്ടും വലിയൊരു തിരിച്ചടി ചോറ്റാനിക്കര കോടതിയിൽ നിന്ന് തന്നെ ലഭിക്കുകയുണ്ടായി. 31-ാം തീയതി റോജി അഗസ്റ്റിൻ നേരിട്ട് ഹാജരാകണമെന്ന് കോടതി നിർദ്ദേശിച്ചിരിക്കുകയാണ്. പ്രതികളുടെ ആവശ്യം മാനിച്ചുകൊണ്ട് 2 പേർക്ക്, അതായത് ആൻഡോ അഗസ്റ്റിനും അതുപോലെ തന്നെ ജോസുകുട്ടി അഗസ്റ്റിനും വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാകിയാൽ മതിയാകും എന്നാണ് ഇപ്പോൾ കോടതി ഉത്തരവിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത്.